ഇന്ന് നമുക്കൊരു കൊങ്കിണി സ്പെഷ്യൽ ചെയ്യാം കേട്ടോ. വെൽവെൽ എന്നാണ് കൊങ്കിണി ഭാഷയിൽ, മലയാളത്തിൽ ഓലൻ എന്നാണ് പറയുന്നത്. ഈ സാധാരണ കാണുന്ന ഓലനേക്കാളും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓലനാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ നമുക്ക് കിട്ടിയത്, പക്ഷെ തടിയങ്കയാണ് അത്യാവശ്യം കേട്ടോ. ഏതാണേലും കുഴപ്പമില്ല. പിന്നെ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാവും എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ ഈ കുമ്പളങ്ങ ഞങ്ങൾ ആണുങ്ങളെ കൊണ്ട് മുറിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കഷ്ണങ്ങളാക്കാറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പണ്ട് തൊട്ടേ ഞാൻ അതങ്ങനെയാണ് കണ്ട് വളർന്നത്. അപ്പോൾ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ചേമ്പ്, പിന്നെ നമ്മുടെ കണ്ടൻ ചേമ്പോ എന്തെങ്കിലും കണ്ടിച്ചേമ്പെന്നൊക്കെ പറയത്തില്ലേ, ആ ശീമച്ചേമ്പെന്നൊക്കെ, ആ ചേമ്പ്, പിന്നെ മത്തങ്ങ, പിന്നെ നമ്മുടെ ഈ തടിയങ്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ അച്ചിങ്ങപ്പയർ കുറേ ആൾക്കാർ ഇടാറില്ല, പക്ഷേ ഞങ്ങൾ കൊല്ലത്തൊക്കെ ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കോഴഞ്ചേരിയിൽ വന്നിട്ട് സാധാരണ ഈ വെൽവെലിന് അല്ലെങ്കിൽ ഈ ഓലന് അച്ചിങ്ങപ്പയർ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ കഴുകി നല്ല തീരെ കനം കുറച്ച് വേണം അരിയാൻ. എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് ഒന്നാം പാല്, രണ്ടാം പാല്. അതിനുവേണ്ടി ഞാനൊരു പകുതി മുറി തേങ്ങ എടുത്ത് അരച്ച് നല്ലതുപോലെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കേണ്ടത് രണ്ടാം പാലിനകത്താണ് കേട്ടോ. രണ്ടാം പാലിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം അച്ചിങ്ങ പയർ ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ട് നല്ലതുപോലെ വേവിച്ച് നമുക്ക് എടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് വേകുന്ന ഐറ്റങ്ങളാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരേപോലെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കശുവണ്ടി ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് കശുവണ്ടി ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കശുവണ്ടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പെറുക്കി കഴിച്ചോളും. അപ്പോൾ എല്ലാ പച്ചക്കറികളും കുഞ്ഞുങ്ങൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പച്ചമുളക് എരിവൊക്കെ ഇച്ചിരി കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ കഴിക്കും. അല്ലെങ്കിൽ ഇച്ചിരി പച്ചമുളക് ഇച്ചിരി കൂടുതലിടാം കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ പകുതി വെന്തപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ അച്ചിങ്ങാപ്പയർ മാറ്റി വെച്ചില്ലേ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി എടുക്കാം. നല്ലതുപോലെ വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ വെള്ളം ഒഴിക്കാനായിട്ടാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ആവരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇച്ചിരി കുറുകിയൊക്കെ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ കശുവണ്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ. കശുവണ്ടി വേകാനൊന്നും സമയം എടുക്കണ്ട. അതിനകത്ത് ആ തിളച്ചതിനകത്തല്ലേ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെന്ത് കിട്ടിയാൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഒന്നാം പാൽ മാറ്റി വെച്ചില്ലേ, ഒന്നാം പാലും കൂടെ നല്ലതുപോലെ ഒഴിച്ച് അപ്പോഴത്തേക്കൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. ഒത്തിരി ഇത് തിളയ്ക്കണ്ട. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കരുത്. പിന്നെ കായമാണ് വേണ്ടത്. അത്യാവശ്യം വേണ്ട 3 സാധനങ്ങൾ: കായം, കറിവേപ്പില, വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് പറഞ്ഞത് അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അല്ലാതെ പാം ഓയിലും സൺഫ്ലവറൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇത് 3ഉം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വെറുതെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി താഴെ വെച്ച് ചൂടോടോ തണുത്താലും ഈ കറി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം.